തുടങ്ങി അന്ന് മുതൽ എനിക്ക് ഉറക്കം നഷ്ടപ്പെട്ട വല്ലാത്ത സങ്കടകരമായ അവസ്ഥയാണ്. അതായത് അത്രയും ആ ഷോ അദ്ദേഹം അത് ഡയറക്ടറാണെങ്കിലും ഞാൻ അതിനപ്പുറത്തുള്ള എഫേർട്ടുകളൊക്കെ ആത്മാർത്ഥതയോടെ ഞാനത് ചെയ്തത്. പിന്നെ എന്താണ് എന്നോട് അങ്ങനെ കാണിച്ചതെന്ന് എനിക്കറിയില്ല. ബിനുവിന് എതിരായിട്ടുള്ള ഗൂഢാലോചന, അതായത് അനൂപ്, സ്റ്റാർ മാജിക്കിലെ അനൂപും ഒപ്പം ജിനീഷും ഇത് മതിയോ എന്ന് സംസാരിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പൊ തിരുവനന്തപുരത്തും കേരളത്തിലും ചർച്ചാ വിഷയം അല്ലേ? ഇപ്പൊ ഈ ഒരു വിഷയത്തിൽ എന്താണ് ബിനുവിന് പറയാനുള്ളത്? ഞാൻ എപ്പോഴും പറയാറുള്ളതേ, ഞാൻ കരഞ്ഞെപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കാറുള്ളത് ഇതായതുകൊണ്ട് ഞാൻ പറയുന്നു, ദൈവമുണ്ട് എന്നുള്ള ഒരു വലിയ കാര്യം ഞാൻ പറയണേ. എനിക്കതല്ലാതെ വേറെ ഒന്നും പറയാനില്ല. കാരണം ഞാനിത് തുടങ്ങി അന്ന് മുതൽ എനിക്ക് ഉറക്കം നഷ്ടപ്പെട്ടു. എൻ്റെ ഫാമിലിയുടെ സ്വസ്ഥത പോയി. വൈഫ്, ഞങ്ങൾക്ക് ആർക്കും ഉറങ്ങാൻ പറ്റുന്നില്ല. വീട്ടിൽ നിന്ന് വിളിക്കുന്നു, അനിയനും ചേട്ടനും വിളിച്ചിട്ട് മോനെ ഒന്ന് പോട്ടറാ, അത് കുഴപ്പമില്ല, ദൈവം എന്തെങ്കിലും വഴി കാണിച്ചു വരും, നീ കരയോ ഒന്നും വേണ്ടാന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എൻ്റെ വീട്ടുകാർക്കും എൻ്റെ ഭാര്യ, മക്കള്, എൻ്റെ മോൻ, ഇതെല്ലാവർക്കും ഇതുവരെ ഇന്നലെ വരെ ഞങ്ങൾ ഒരു ഉറക്കോ ഒരു ഭക്ഷണം കഴിക്കാനോ പുറത്തു പോകാൻ പറ്റുന്നില്ല. കടകളിൽ പോകുമ്പോൾ ആളുകൾ നോക്കുമ്പോൾ നമ്മുടെ തോന്നൽ നമ്മളെ ഇത് കണ്ണുകൊണ്ടാണ് നോക്കുന്നതെന്നാ. അത് പറയാനുള്ളത്, എപ്പോഴും പറയാനുള്ളത് ദൈവത്തോട്. അതായത് കോമഡിയുടെ തക്രാജർ ഇപ്പോഴത്തെ അവസ്ഥ വളരെയധികം പരിതാപകരമാണ് അല്ലേ ബിനു? പരിതാപകരോ, വല്ലാത്ത സങ്കടകരമായ അവസ്ഥയാണ്. നമ്മള് ആരോടും ഈ ചുരുങ്ങിയ കാലം ജീവിക്കുന്ന മനുഷ്യരായ നമ്മൾ വെറും ആരോട് ഒരു നേരത്തെ അന്നം മേടിക്കാൻ കൊടുക്കാൻ പറ്റിയില്ലേലും നമ്മൾ ആരും ഉപദ്രവിക്കരുത്. അതാണ് ഈ അവസരത്തിൽ പറയാൻ. ഇപ്പോൾ വന്നിരിക്കുന്ന ജിനീഷിന്റെ അനൂപിന്റെ ശബ്ദരേഖയിൽ നിന്ന് ഒന്ന് വ്യക്തമാണ്, അതായത് ബിനു അടിമാലിയെ കരുതിക്കൂട്ടി ഗൂഢാലോചനയിൽ നിന്നും എങ്ങനെ നശിപ്പിക്കാം അല്ലേ? ഞാൻ 5 വർഷം അദ്ദേഹത്തിന്റെ കൂടെ, അദ്ദേഹത്തിന് ഡയറക്റ്റ് ചെയ്യുന്ന പരിപാടിക്ക് ഞാൻ ഏറ്റവും ആത്മാർത്ഥമായിട്ടാണ് ഞാൻ നിന്നത്. പിന്നെ എന്താണ് ഇങ്ങനെ ചെയ്തതെന്നൊന്നും എനിക്കറിയില്ല. അതായത് അത്രയും ആ ഷോ അദ്ദേഹം അത് ഡയറക്ടറാണെങ്കിലും ഞാൻ അതിനപ്പുറത്തുള്ള എഫേർട്ടുകളൊക്കെ ആത്മാർത്ഥതയോടെ ഞാനത് ചെയ്തത്. പിന്നെ എന്താണ് എന്നോട് അങ്ങനെ കാണിച്ചതെന്ന് എനിക്കറിയില്ല. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പോഴും ഞാൻ വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ഇങ്ങനെയൊക്കെ ഒരവസ്ഥ അവർ പറയൂ, വിശ്വസിക്കാൻ പറ്റുന്നില്ല. ചുറ്റും നടക്കുന്ന എന്താണെന്ന് അറിയാൻ പോലും പറ്റുന്നില്ല അല്ലേ? ഇല്ല, കാരണം ഞാൻ അങ്ങനെ അദ്ദേഹത്തോട്, എന്നോട് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന അദ്ദേഹത്തോട് ഒന്നും ചെയ്തിട്ട് എനിക്കൊരു ഓർമ്മ പോലും ഇല്ല. അത് എനിക്കങ്ങനെ ഓർമ്മയില്ല. അപ്പോ എന്തായാലും ഇരുവരും ഗൂഢാലോചന ചെയ്തിട്ട് താങ്കളെ തകർക്കാൻ ശ്രമിച്ച ഈ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും നിയമപരമായിട്ട് അവർ നേരിടുമെന്ന് തോന്നുന്നുണ്ടോ? ബിനുവിന് നേരിടുന്നുണ്ടോ? ഞാൻ എന്താ പറയണേ, പിന്നെ ഇതിപ്പോ നിയമത്തിന്റെ വഴിക്ക് ഇത് പൊക്കോണ്ടിരിക്കുക. നിയമത്തിന്റെ വഴിക്ക് പോട്ടെ, അല്ലേ? അതല്ല എന്റെ ശരി. തീർച്ചയായിട്ടും. നമ്മളല്ലാതെ ഒന്നും നമ്മള് നിയമത്തിന്റെ വഴിക്ക് പോട്ടെ, എല്ലാം അതല്ലേ നല്ലത്. ഇപ്പോഴും നിയമത്തിൽ മാത്രമേ ബിനുവിന് വിശ്വാസമുള്ളൂ അല്ലേ? തീർച്ചയായിട്ടും ബിനുവിന് നീതി കിട്ടണം. നീതി കിട്ടണം. ഞാന് അരിമേടിക്കൽ വരെ മുട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം ഇപ്പോ, അല്ലേ? തീർച്ചയായിട്ടും. കാരണം ഞാനൊരു തെറ്റ്, ഞാൻ ചെയ്ത തെറ്റ്, എന്നെ വിശ്വസിച്ച്, അല്ലെങ്കിൽ ഞാൻ ഒരാളെ വിശ്വസിച്ച് എന്റെ കൂടപ്പിറപ്പിനെ പോലെ നടത്തി. ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എനിക്കൊരു ഓർമ്മ പോലും ഇല്ല. ഇതിലാവട്ടെ. ഞാൻ എന്നിട്ടും ഓടി നടന്ന് അവരെ മോശപ്പെടുത്താൻ വേണ്ടി ഒരു ചാനലിൽ ഒരുപാട് പോയില്ല. എന്റെ ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ 1-2 ചാനലിൽ പോയി. അതോടെ ഞാൻ നിർത്തി. ഞാനത് അതിലേക്ക് മുമ്പോട്ട് പോയുമില്ല. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ബിനുവുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ബിനു പറയുന്നത് വെച്ചാൽ ഇനി ഒരു ചാനലിലും ഞാൻ പ്രതികരിക്കുന്നില്ല, മതിയായി എന്നാണ്. ഇല്ല, അതെന്താണെന്നറിയാമോ? ഞാനങ്ങനെ പറയാൻ കാരണം, എനിക്ക് അന്നം തന്ന ഒരു ചാനലിന് ഒരു ദോഷം വരരുത്. ഓക്കെ. സഹപ്രവർത്തകർക്കോ ഒന്നും വരരുതെന്ന് ഉദ്ദേശിച്ചിട്ടാ. എനിക്കുള്ള ദുഃഖമല്ലേ, അത് ഞാനങ്ങ് സഹിച്ചോളാം. ആൾക്കാർ പറയണല്ലേ, അത് കുഴപ്പമില്ല. ശരിക്കും പറഞ്ഞപ്പോ ഒരുപാട് ദുഃഖങ്ങൾ മനസ്സിലൊതുക്കി ജീവിക്കുകയാണല്ലേ ബിനു നിങ്ങള്? അത് പറയാനുണ്ടോ? അറിയില്ല. ആ ദുഃഖം, അങ്ങനെ ഒരു അവസ്ഥ അനുഭവിച്ചു. അതെ, തീർച്ചയായിട്ടും. അയ്യോ,
ശത്രുക്കൾക്ക് പോലും അങ്ങനത്തെ ഒരു വിഷമം വരാതിരിക്കട്ടെ. എന്തായാലും ബിനു മലയാളി വാർത്തയോട് സഹകരിച്ചതിന് ഒരുപാട് നന്ദി. താങ്ക് യു വെരി മച്ച് ബിനു. താങ്ക് യു.